കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഉറക്കെ നമ്മുടെ രാജാതിരാജാവും കർത്താതികർത്താവുമായ നമ്മുടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച വിശുദ്ധ പകലിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽ ഒരിക്കലൂടെ നമ്മുടെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും സ്തുതിപ്പാനും സർവ്വകൃപാലുവാകുന്ന ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ വിശ്വസ്തതയ്ക്കും ദയയ്ക്കുമായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽ ദീർഘദൂരമൊക്കെ യാത്ര ചെയ്ത് ഈ ആലയത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്, കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഓൺലൈനിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളെല്ലാവരെയും ഹൃദയംഗമായിട്ട് ഇന്ന് പകൽക്കാലത്ത് ഈ ആരാധനയിലേക്ക് വന്ദനം ചെയ്യുകയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന സങ്കീർത്തനം വായിച്ച സങ്കീർത്തനം 88-ാം സങ്കീർത്തനം, അതിൽ നിന്ന് 1-2 ചിന്തകൾ വേഗത്തിൽ കൈമാറിയതിന് അനന്തരമായിട്ട് നമ്മൾ പാടി നമ്മുടെ ദൈവത്തെ നമ്മൾ സ്തുതിക്കാനായിട്ട് തുടങ്ങുന്ന നിമിഷങ്ങളാണ്. വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് 88-ാം സങ്കീർത്തനം, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം എന്ന ശീർഷകം അധ്യായത്തിനുണ്ട്, ആ സങ്കീർത്തനത്തിനുണ്ട്. മഹലത്ത് രാഗത്തിലാണ് ഈ അധ്യായം എഴുതിയിരിക്കുന്നതെന്നും നമുക്ക് ആ വാക്യത്തിന് 1-ാം വാക്യത്തിന് തൊട്ട് മുകളിൽ തന്നെ അവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മഹലത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് രോഗത്തിലും ദുഃഖത്തിലും ഉള്ള ഒരു രാഗമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. പറഞ്ഞാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും വേളയിൽ മാത്രമല്ല സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നത്, ദുഃഖത്തിൻ്റെയും വേദനയുടെയും നടുവിലും ഒരു ഭക്തൻ ദൈവത്തെ സ്തുതിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പും കൂടെയാണ് ഈ മഹലത്ത് എന്ന രാഗത്തിൽ ഈ സങ്കീർത്തനം 88-ാമത്തെ സങ്കീർത്തനം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. 87-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ ഒരു സങ്കീർത്തനമാണ് 87-ാമത്തെ സങ്കീർത്തനം. പക്ഷേ ഇതിന് പിന്നാലെ വരുന്ന ഈ സങ്കീർത്തനം വിലാപത്തിൻ്റെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും സങ്കീർത്തനമായിട്ടാണ് ഈ സങ്കീർത്തനം മാറുന്നത്. ഇതിന് ഞാനൊരു തലക്കെട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ഒരു വരി ഇങ്ങനെയാണ്: ഭക്തൻ്റെ ഹൃദയം പൊട്ടിയുള്ള ഒരു പാട്ടാണ്. ഒരു ഭക്തൻ്റെ ഹൃദയം പൊട്ടിയുള്ള പാട്ട്. തൻ്റെ ജീവിതത്തിൽ എല്ലാം സന്തോഷമായിരുന്നു, വളരെ ആഹ്ലാദപരമായ ജീവിതമായിരുന്നു എന്ന് ഒരു ഭക്തനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ നടുവിലും വേദനയുടെ നടുവിലും എങ്ങനെ ദൈവത്തെ നിലവിളിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടെയാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. മറ്റെല്ലാ സങ്കീർത്തനത്തെക്കാളും ഈ സങ്കീർത്തനം വ്യത്യസ്തമായി നിൽക്കുന്നത്, എല്ലാ സങ്കീർത്തനവും അവസാനിക്കുന്നത് പ്രത്യാശയോടെയും ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചുകൊണ്ടാണെങ്കിൽ 88-ാം സങ്കീർത്തനം വന്ന് അവസാനിക്കുന്ന വാക്യമെന്ന് പറയുന്നത് സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് അകറ്റിയിരിക്കുന്നു, എൻ്റെ പരിചയക്കാർ അന്ധകാരമത്രേ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്തതുപോലെയാണ് ഭക്തൻ ഇവിടെ വന്ന് ഈ വാക്യം പറഞ്ഞു നിർത്തുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരുന്നൊരു കാര്യം, ഒരു ഭക്തൻ്റെ ഹൃദയം തുറന്നുള്ള സംസാരം അത് മറയില്ലാതെ വചനത്തിൽ നിന്ന് പുറത്ത് കാണിക്കുകയാണ്. മറ്റെല്ലാവരും മറച്ചിട്ട് തൻ്റെ ആത്മീയത മാത്രം പുറത്ത് കാണിക്കുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തിന് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായതുകൊണ്ട് എല്ലാം തുറന്നു പറയാൻ ഒരു സന്നിധി ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഒരു ഭക്തനെ ദൈവാശ്രയത്തെങ്കിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പാദപീഠത്തെങ്കിലേക്ക് ആ പ്രാഗൽഭ്യത്തോടെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരുന്നതും തിരിച്ചറിയുന്ന ദൈവമക്കളൊക്കെ ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി ഇന്ന് പകൽക്കാലം ഈ പ്രാരംഭ സമയത്തിൽ നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ അധ്യായത്തെ നമുക്ക് 3-4 ഭാഗമായിട്ടാണ് നമുക്ക് തിരിക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന്, ക്രൈ ഫോർ ഹെൽപ്പ്, സഹായത്തിനായിട്ടുള്ള നിലവിളി. 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. 2, പ്രതിസന്ധിയുടെ ആഴം ഭക്തൻ വിളിച്ചു പറയുകയാണ്. 3 മുതൽ 9-ാം വാക്യം വരെ, 10 മുതൽ 12 വരെ ദൈവത്തോട് താൻ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 13 വാക്യങ്ങളിൽ ബാല്യം മുതലുള്ള തൻ്റെ അവസ്ഥയെ ദൈവത്തിൻ്റെ മുമ്പിൽ വരച്ച് കാണിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരുന്നു. ഇവിടെ 3 പ്രാർത്ഥനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുമ്പേ തൻ്റെ നിലവിളി എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. താൻ പറയുന്ന കൂടെ പറയുന്ന വാക്കുകളാണ്: കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പാതാളത്തോട് സമീപിച്ചിരിക്കുന്നു, ശവക്കുഴിയിൽ കിടക്കുന്ന ഹിതമന്മാരെ പോലെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് താൻ ഇങ്ങനെ സങ്കടങ്ങളുടെ, കഷ്ടതയുടെ, വേദനയുടെ ഒരു വലിയൊരു അധ്യായനം നമ്മുടെ മുമ്പിൽ തുറന്നു തരിക. തൻ്റെ ജീവിതത്തിൽ താൻ കൂടെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അത് എവിടെ മുതൽ തുടങ്ങിയതാണെന്നറിയാമോ? താൻ പറയുന്നുണ്ട് 15-ാമത്തെ വാക്യത്തിൽ, ബാല്യം മുതൽ ഞാൻ അരിഷ്ടനും മരിക്കാറായവനുമാകുന്നു, ഞാൻ നിന്റെ ഘോരത്വങ്ങളെ സഹിച്ച് വലഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് പീഡകൾ ഏറ്റു എന്നാണ് തൻ്റെ കൺക്ലൂഷനിൽ താൻ പറയുന്നത്. എവിടുന്നാണ് തനിക്ക് പ്രതിസന്ധി വന്നത്, എവിടുന്നാണ് തനിക്ക് പ്രതികൂലം വന്നത്? തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്നൊക്കെ ദൈവത്തിൽ നിന്ന് തന്നെ പ്രതിസന്ധി ഉയർന്നു എന്ന് ഭക്തൻ പറയുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, തൻ്റെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുക. തൻ്റെ പ്രാർത്ഥനയുടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് അതിനകത്ത് ഒരു വാക്കിങ്ങനെ മുഴച്ചു നിൽപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് നിലവിളി എന്നുള്ളൊരു പദമാണ്. ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു, എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ എന്ന് താൻ 1-2 വാക്യത്തിൽ പറയുക. അതുപോലെ തന്നെ 13-ാം വാക്യത്തിലും കാണുകയാണ്: എന്നാൽ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു,
രാവിലെ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുന്നു. 9-ാം വാക്യത്തിൽ കാണുകയാണ്, യഹോവേ, ഞാൻ ദിവസം പ്രതി നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിന്നിലേക്ക് മലർത്തുകയും ചെയ്യുന്നു. ഒരു കാര്യം നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. ദൈവത്തെ നിലവിളിക്കുന്ന ഒരു കൂട്ടം എവിടെയുണ്ടോ അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീരുകളെ മറികടക്കാത്ത ഒരു ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടുള്ള ഉറപ്പാണ് ഇന്ന് പകലിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് സേവിപ്പാനും ആരാധിപ്പാനും ഇന്ന് പകലിൽ നമുക്ക് ബലം നൽകി തരുന്നത്. അതുകൊണ്ട് നിലവിളിച്ചിട്ട് ആരെങ്കിലും മടുത്തു പോയെങ്കിൽ, ബാല്യം മുതലേ നിലവിളിച്ചിട്ട് മറുപടി ലഭിക്കാതെ നിങ്ങൾ വേദനപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പോടെ പറയാം, നമ്മുടെ ഭൃത്യമായിക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ ജന്മനാ കുരുടനായിരുന്നു. അവൻ അവിടെ ഇരുന്ന് നിലവിളിക്കുകയായിരുന്നു. ഒരിക്കലും അവൻ അറിഞ്ഞു യേശു ഇതുവഴി നടന്നു പോകുന്നു. തിരിച്ചറിഞ്ഞപ്പോൾ അവൻ മറ്റാരെ നോക്കാതെ, സാഹചര്യങ്ങളെ നോക്കാതെ അവൻ നിലവിളിക്കാനായിട്ട് തുടങ്ങി. അവൻ നിലവിളിച്ചപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവന് വേണ്ടി യേശു അവിടെ നിന്നിട്ട് അവന് എന്താണോ വേണ്ടത് അതവന് നൽകി കൊടുത്തു. അവന് വേണ്ടത് മറ്റൊന്നുമല്ല, അവന് കാഴ്ച പ്രാപിക്കണമായിരുന്നു. ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ചോദിക്കുന്നു, ആത്മാവിൽ നിറഞ്ഞു ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് വേണ്ടത്? നിങ്ങൾ നിലവിളിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ കരയുന്നത് എന്തിനാണ്? നിങ്ങൾ ഉപവസിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ രട്ടിലും വെണ്ണിലും ഇരിക്കുന്നത് എന്തിനാണ്? ആരോടും പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കിയ വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് നിങ്ങൾ നിലവിളിക്കാൻ തയ്യാറായാൽ, ഒരു തുറന്നു പറച്ചിൽ ദൈവത്തോട് പറയാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളൊക്കെ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ഇന്ന് പകൽ ദൈവത്തിന് സ്തുതി പറഞ്ഞാട്ടെ. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമ്മൾ സ്തുതിക്കാനായിട്ട് പോവുകയാണ്. പരിസരങ്ങളെ മറന്ന് നമ്മളെ സൃഷ്ടിച്ച നല്ല ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒരുമിച്ച് നിലവിളിയോടെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാം. കരങ്ങളെ അടിച്ച് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് നിലവിളിക്കാം, നമ്മുടെ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. ആ ദൈവം നമ്മളെ വിടിവിപ്പാനായിട്ട് ഇടയായി തീരും. ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ.